മലയാളികളെ നല്ല ഭക്ഷണം എങ്ങനെ കഴിക്കാം എന്ന് പഠിപ്പിച്ച തിരുവനന്തപുരം ജില്ലയിലെ പത്തായം മില്ലറ്റ് കഫേയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജനങ്ങൾക്ക് ഒരു നല്ലൊരു ഭക്ഷണശീലം ആദ്യമായി അവതരിപ്പിച്ച നാട സാറിൻ്റെ കൂടെയാണുള്ളത്. സാറ് 27 വർഷമായി ഇത് നടത്തി വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇതിൽ തന്നെ സാറ് നിൽക്കുന്നു? ഇപ്പം ഒരുപാട് ഫാസ്റ്റ് ഫുഡ് ഒക്കെ വളരെ മൂവ്മെൻ്റ് ഉള്ള ഒരു കാലത്തും സാറ് ഈ പ്രതിവേഷണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് എനിക്ക് തോന്നുന്ന സമൂഹത്തോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം കൂടി ആയതുകൊണ്ടായിരിക്കാം, ബിസിനസ് മാത്രം എന്ന രീതിയിൽ പോകാത്തത് കൊണ്ടായിരിക്കാം. അതെ സാർ. അതെ, ബിസിനസ് മാത്രം ആണെങ്കിൽ ഇവിടെ ചായ കൊടുക്കാം, കാപ്പി കൊടുക്കാം, പാലും പഞ്ചസാരയും ചേർത്ത് ജ്യൂസ് കൊടുക്കാം, നല്ല വറുത്തും പുരുഷം കൊടുക്കാം, എണ്ണപ്പലഹാരം കൊടുക്കാം, ഫ്രിഡ്ജും ഫ്രീസറും വെച്ച് പഴയ ഭക്ഷണം കൊടുക്കാം. ഇതൊക്കെ ബിസിനസ് ലാഭകരമാക്കാൻ പറ്റും. അന്ന് ബിസിനസ് നടക്കണ്ടേ, ബിസിനസ് വേണ്ടേ? ഇത് 70,000 രൂപ മാസം വാടകയാണ്. ഈ 70,000 രൂപ മാസം വാടക കൊടുത്തുകൊണ്ട് ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കാം? ഭക്ഷണത്തിന്റെ ഗുണം കൊണ്ടായിരിക്കാം അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നൊരു കാര്യം, നമ്മൾ ഭക്ഷണശീലങ്ങൾ മാറിയില്ല എങ്കിൽ രോഗങ്ങൾ കൂടി വരുന്നു, രോഗകാരണങ്ങൾ കൂടി വരുന്നു, രോഗശമനം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? കഴിക്കുന്ന ആഹാരം ശരിയല്ല. ഇപ്പൊ നിങ്ങൾ അലോപ്പതി പോകുന്നു, ആയുർവേദിൽ പോകുന്നു, സിദ്ധയിൽ പോകുന്നു, യുനാനി പോകുന്നു, ഹോമിയോ പോകുന്നു, നാച്ചുറോപ്പതി പോകുന്നു, ജിമ്മിന് പോകുന്നു, ഓടാൻ പോകുന്നു, ചാടാൻ പോകുന്നു, യോഗയ്ക്ക് പോകുന്നു. എന്തുകൊണ്ട് അസുഖം മാറുന്നില്ല? കഴിക്കുന്ന ആഹാരം മാറുന്നില്ല. അപ്പൊ കഴിക്കുന്ന ആഹാരം മാറിയേ തീരൂ. നിങ്ങൾ ഡോക്ടറെ കാണണ്ട, മരുന്ന് കഴിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. യോഗയ്ക്ക് പോയിട്ട് വരുന്നവനും പൊറോട്ടയും ബീഫ് കഴിക്കുന്നുണ്ട്. അവനെ പോയാൽ അവരെ യോഗയ്ക്ക് എന്താ പോകുന്നത്? യോഗയ്ക്ക് പോകുന്നതിന് ശരിയല്ലേ? അപ്പൊ ആ പൊറോട്ട, മൈദ എന്ന സാധനം സിനിമ പോസ്റ്റ് ഓടിക്കുന്ന സാധനമാണ്, മനുഷ്യർ തിന്നാനുള്ള സാധനം അല്ല അത്. ഈ പശ ഭക്ഷണമായിട്ട് മാറിയപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നു. അവിടെ ആസ്പത്രികളുടെ എണ്ണം കൂടുന്നത് ഇല്ലേ? അത് മാറ്റി നിർത്തി അതിന് കുറെ പ്രശ്നങ്ങൾ തീരും. ആ ഭക്ഷണം പഠിക്കണ്ടേ? മരുന്ന് കഴിച്ച് മാറുന്ന ഒരു അസുഖത്തിന്റെ പേര് നിങ്ങൾ പറയും. പ്രമേഹം മാറുമോ? കൊളസ്ട്രോൾ മാറുമോ? BP മാറുമോ? ഹാർട്ട് കംപ്ലൈന്റ് മാറുമോ? സോറിയാസിസ് മാറുമോ? ഏത് അസുഖം മാറുക? ഒരു അസുഖം മരുന്ന് കഴിച്ചാൽ മാറില്ല. ഇപ്പൊ മരുന്നിനോടൊപ്പം നിങ്ങൾ ഭക്ഷണം മാറ്റി നോക്കൂ. ഞാൻ വേറെ മരുന്ന് കഴിച്ചു നോക്കാനല്ല പറയുന്നത്, ഭക്ഷണം മാറ്റി നോക്കൂ. അപ്പൊ എന്ത് ചെയ്യണം? ഭക്ഷണം എന്താണെന്ന് പഠിക്കണം. വീട്ടന്മാർ മക്കളെ വളർത്താനെങ്കിലും പഠിക്കണം. മക്കൾക്ക് രുചി പഠിപ്പിക്കുന്ന ആരാ? അമ്മയല്ലേ? അപ്പൊ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ കൊണ്ടുത്തരാനേ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെ പഠിക്കേണ്ടത്? നമുക്ക് സാധാരണഗതിയിൽ അസുഖം വന്നാൽ മാറുന്ന കാലാവധി 41 ദിവസം മണ്ഡലകാലം എന്ന് പറയാം. ഈ 41 ഡേയ്സിൽ ആ അസുഖം മാറുന്നില്ല എങ്കിൽ ലോകത്ത് എവിടെ പോലും മാറില്ല. അപ്പൊ എന്ത് കാരണം? 5 കാരണം. ആദ്യത്തെ കാരണം വിത്ത് ശരിയായിരിക്കണം. വിത്ത് ഗുണം 10 ഗുണം എന്നാ പറയാ ഇല്ലേ? ഇപ്പൊ എല്ലാ കാരണം നമ്മൾ നല്ല വിത്ത് ശേഖരിക്കില്ലേ? തേങ്ങ വിത്താനെ കളക്ട് ചെയ്യുക, തേങ്ങ കെട്ടിയിറക്കുക ചെയ്യുക, താഴെ വീണ് ക്ഷതം പറ്റാതിരിക്കാൻ വേണ്ടി അല്ലേ? പച്ചക്കറി വിത്തുകൾ, പൂച്ചെടികളുടെ വിത്ത് എല്ലാം വിത്ത് നല്ല ശേഖരിക്കും. എന്താ പറയുക, നമ്മൾ ക്രോസ് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നു. വിത്ത് കാളകളുണ്ട്, നല്ല വിത്തിന് വേണ്ടിയല്ലേ? നല്ല വിത്തായിരുന്നാൽ പോരാ, അത് നല്ല സ്ഥലത്ത് പ്ലാന്റ് ചെയ്യണം. ഇപ്പോൾ വിത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്നു, കൃഷി ഇറക്കുന്ന സമയമായി, നമ്മൾ എന്താ ചെയ്യുക? കണ്ടൊക്കെ ഉഴുത് മറിച്ച് നിലം ഒരുക്കി വരമ്പ് കളച്ച് വരമ്പ് വെച്ച് വേണത് വളം ചേർത്ത് അതിനുശേഷം നമ്മൾ വിത്ത് ഇറക്കുള്ളൂ അല്ലേ? കാടൊക്കെ വിട്ട് തെളിച്ച് കുഴി തോണ്ടി മണ്ണിളക്കി അതിനുശേഷം വിത്ത് നടുള്ളൂ അല്ലേ? ചെടിച്ചട്ടി നടുന്നു, ചെടിച്ചട്ടിക്ക് ഒരുക്കി മണ്ണും വളം കൂട്ടി ചേർത്ത് അതിനുശേഷം വിത്ത് നടുള്ളൂ. ഇത് നട്ടു പോന്നാൽ പോരാ, പരിപാലിക്കണം. ഈ 3 കാര്യം ശരിയില്ലെങ്കിൽ അതിൻ്റെ കാര്യം പോക്കാം. അപ്പൊ എന്ത് ശരിയായിരിക്കണം? വിത്ത് ശരിയായിരിക്കണം, വിത്ത് നടന്ന സ്ഥലം ശരിയായിരിക്കണം, പരിപാലനം ശരിയായിരിക്കണം. ശരിയല്ലേ? ആ നിലയ്ക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ അതെന്ത് വേണം? സ്ത്രീയും പുരുഷനും ശരീര ശുദ്ധി വരുത്തണം. ഇപ്പൊ ഗർഭധാരണം സംഭവിച്ചു പോകുന്നതാ, ഒരു മുന്നൊരുക്കങ്ങളില്ല. ഇറച്ചി കഴിച്ചിരിക്കുക, മീൻ കഴിച്ചിരിക്കുക, കള്ളു കുടിച്ചിരിക്കുക, പുക കഴിച്ചിരിക്കുക, സ്ട്രെസ് ഉണ്ടാവാം. ഇതെല്ലാം കൂടി ചേർന്ന വിത്ത്
അതാ പ്ലാൻ ചെയ്യുന്നത്. ഉം. ശരിയല്ലേ? അതെ. അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലോ അത് ബൈ പറഞ്ഞു പോയി, അയാളെ പാർട്ട് തീർന്നു. ഉം. പിന്നെ ഈ മാസം പീരീഡ്സ് ആയിട്ടില്ല, ഉം. യൂറിൻ ടെസ്റ്റ് ചെയ്തു, ഗർഭധാരണം ഉറപ്പുവരുത്തി, പിന്നെ ഗർഭരോഗികളായി. ഉം. ഡോക്ടർ അനങ്ങരുന്ന പറയാ, ആ. അനങ്ങാൻ പോണ സാധനമാണല്ലോ ഇല്ലേ? ആ. പണ്ട് ഇവിടെ അമ്മമാരൊക്കെ എന്താ ചെയ്യുക? മുറ്റടിക്കും. ശരിയാ. മുറ്റടിക്കുമ്പോൾ ചൂട് പോകുന്ന താളം കുട്ടി കേൾക്കും. ആ. അമ്മിയിൽ അരയ്ക്കുമ്പോൾ അമ്മിക്കുട്ടി വിടുന്ന താളം കുട്ടി കേൾക്കും. ഉം. വെള്ളം കോരുമ്പോൾ താളം കേൾക്കും, ഉം. ഇടിക്കുന്ന താളം കേൾക്കും, ചതക്കുന്നത് കേൾക്കും. അപ്പോൾ മക്കളെല്ലാം സൈലന്റ് ആയിരുന്നു. ഇപ്പോഴോ മക്കളെല്ലാം വയലന്റ് ആണ്. വയലന്റ് ആണ്. എന്തുകൊണ്ട്? നമ്മൾ ഈ ഡോക്ടറെ പോയി വന്നാൽ തിരിച്ചു വന്നാൽ അയൺ ടാബ്ലറ്റ്, ഫോളിക് ആസിഡ്, മന്ത്ലി ചെക്കപ്പ്, ഇഷ്ടമുള്ള സാധനം മൊത്തം കഴിക്കും. ഈ ടിവിയിലെ പരിപാടി കണ്ട്, റേഡിയോയിലെ പരിപാടി കണ്ട്, ഈ മൊബൈലിലെ പരിപാടി കണ്ട് ഈ കുട്ടികളെല്ലാം കുട്ടി കേൾക്കല്ലേ? അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ കുഞ്ഞ് കഴിക്കുന്നത്. ഈ ഒറ്റ കാരണങ്ങളെ കൊണ്ടാണ് ജീവിതകാലം മുഴുവൻ കുട്ടി രോഗിയായി ജനിക്കുന്നത്. ഉം. ശരിയല്ലേ? തീർച്ചയായും. അതിലൊന്നും ലോജിക്കില്ലേ? ആ, ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അതുകൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു. ഉം. പ്രസവം കഴിഞ്ഞ അടുത്ത സെക്ഷൻ എന്താണ്? പ്രസവരക്ഷ. രക്ഷ. ഉം. ഭൂമി ഒരു ജീവിക്കും പ്രസവരക്ഷയില്ല. മനുഷ്യൻ. ശരിയാ. ശരിയല്ലേ? ശരിയാണ്, ശരിയാണ്. പ്രസവരക്ഷ കൊച്ചുമക്കൾക്ക് വേണ്ട. വേണ്ട. മക്കൾക്ക് പ്രസവരക്ഷ വേണ്ടല്ലോ. വേണ്ട. പിന്നെ അമ്മയ്ക്ക് എന്തില്ല? അല്ല, ആ. അമ്മ കഴിക്കുന്ന ആഹാരല്ലേ അമ്മയുടെ മുലപ്പാലിലുള്ളത്. അതെ. ഇതല്ലേ കുഞ്ഞിന് കൊടുക്കുന്നത്. അതെ. അപ്പൊ എന്ത് പറ്റും? ഈ രശ്മിരാരിഷ്ടം, ജീരകാരിഷ്ടം, ആട്ടുസൂപ്പ്, കോഴി സൂപ്പ്, കുടുംബ സൂപ്പ്, ഇതെല്ലാം അമ്മയുടെ മുലപ്പാലിലല്ലേ. ആ. അത് കുട്ടിക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എന്ത് പറ്റും? കുട്ടിക്ക് അസ്വസ്ഥത വരും. വരും. എന്തുകൊണ്ട്? അമ്മയുടെ മുലപ്പാൽ ശുദ്ധല്ല. ഉം. ആ കുട്ടിക്ക് രോഗം വന്ന് ആരെ ഡോക്ടറെ കാണിക്കണം? പീഡിയാട്രിഷ്യൻ. അമ്മയെ കാണിക്കണം. ഉം. പീഡിയാട്രിഷ്യനെ കാണിച്ചത് ആ കുട്ടി എന്ത് കഴിച്ചു? ഓക്കെ, ഓക്കെ. അമ്മയ്ക്കാണ് ചികിത്സ വേണ്ടത്. അമ്മയല്ലേ ഫുഡ് കൊടുക്കുന്നത്. അതെ, ശരിയാ. ആ കുട്ടി വേറെ ഒന്നും കഴിക്കുന്നില്ലല്ലോ. അതെ, അതെ, അതെ. പിന്നെ കുട്ടിക്ക് അങ്ങനെ അസുഖം വരുന്നു. ആ. കുട്ടി അമ്മ കൊടുക്കുന്ന രോഗങ്ങളല്ലേ ഉള്ളൂ. അതെ. അപ്പൊ ആരെ ചികിത്സിക്കണം? അമ്മ. അമ്മയെ കൊണ്ടുപോകണം. ഉം. കുട്ടി കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? ഇവിടെ പീഡിയാട്രിഷ്യന്റെ പോസ്റ്റേ ആവശ്യമില്ലെന്ന് ഞാൻ പറയാം. ഓക്കെ, ശരി. അമ്മയുടെ ഭക്ഷണം മാറ്റി കുട്ടി അസുഖം മാറും. നിങ്ങൾ നല്ല സാമ്പാർ കഴിക്കും, ഉം. കുട്ടി അസ്വസ്ഥ വരും. ഉം. അന്ന് കറികളിൽ ഞാൻ പറയാം, എന്റെ ഭാഷ പറയാം, ഏറ്റവും അഴുക്ക് സാധനം സാമ്പാറാണ്. ഉം. സാമ്പാർ എന്താ ചേർക്കും? കായം ചേർക്കും, പുളി ചേർക്കും, പരിപ്പ് ചേർക്കും, വറുത്തരയ്ക്കും, കടുക് പൊട്ടിക്കും, മുളക് പൊടി, സാമ്പാർ പൊടി, എല്ലാ വേസ്റ്റ് പച്ചക്കറി സാമ്പാറിന് ഉപയോഗിക്കുക. ഉം. അന്ന് ഏറ്റവും സേഫ് ആണെന്ന് അവിയലാണ്. ഉം. അവിയലിൽ ഒന്നും വേണ്ട. ഉം. അല്ലേ? ഉം. ശരിയല്ലേ? അതെ, അതെ. അപ്പൊ പ്രധാന ഭക്ഷണം സ്വീകരിക്കുന്നത് നമ്മൾ അവിയലാണ്. ഉം. ആ അവിയലും പിന്നെ ഈ നല്ല പച്ചരി ചേർത്ത്, നല്ല ചമ്പ പച്ചരി ചേർത്ത്, ചെറുപയർ മുളപ്പത്തി ചേർത്ത് കഞ്ഞി വെച്ചിട്ട് അല്പം തേങ്ങ ജീര അരച്ച് കൊടുക്കൂ. നല്ല പാല് കിട്ടില്ലേ? ഉം. ഒരു 5 അണ്ടിപ്പരിപ്പും ബദാമും അത്തിപ്പഴം ഈത്തപ്പഴം വാലിനട്ടും എല്ലാം കൂടി ചേർത്ത് കുട്ടി അവർക്ക് ജ്യൂസ് കൊടുക്ക്. കുട്ടിക്ക് നല്ല പാല് കിട്ടില്ലേ? ഉം. അപ്പോൾ യുക്തി ശരിയല്ല, നട്ട സ്ഥലം ശരിയല്ല, പരിപാലനം ശരിയല്ല. ശരിയല്ലേ? ഉം. ഈ പ്രസവരക്ഷ വരുന്നു. ഇനി വരുന്ന അപ്പൊ 4 കാര്യം കഴിഞ്ഞു. 5ാമത്തെ കാര്യം, കുട്ടിക്ക് മധുരറിയില്ല, ഉപ്പ് അറിയില്ല, പുളി അറിയില്ല, എരിവ് അറിയില്ല, ചിലപ്പോൾ കുട്ടിക്ക് ഒന്നും അറിയില്ല. ഉം. ഒന്നും അറിയില്ലല്ലോ. അറിയില്ല. എന്തായത്തെ ഭക്ഷണം കൊടുക്കുക? നമ്മൾ ഇങ്ങനെ റാഗി കൊടുക്കും, ഉം. ഇല്ലെങ്കിൽ ഏത്തയ്ക്ക പൊടി കൊടുക്കും, ഇല്ലെങ്കിൽ കണ്ണങ്ങായ പൊടി കൊടുക്കും. അല്ലേ? ശരിയല്ലേ? അതെ, അതെ. കട്ടിയാഹാരം സമയമായി. എങ്ങനെ നിങ്ങളുടെ അമ്മയല്ലേ, ഉം. എങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നത്? നമ്മള് കരിപ്പെട്ടി ആ അരച്ച് കലക്കി കുറുക്കി പാലൊക്കെ പാലൊക്കെ ചേർത്ത് കരിപ്പെട്ടി അല്ലെങ്കിൽ കലക്കണ്ട ചേർത്ത് കൊടുക്കും. ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം അത് ടേസ്റ്റ് ചെയ്യുക അമ്മ. അമ്മ. എന്തിനാ അമ്മ ടേസ്റ്റ് ചെയ്യുന്നത്? മധുരം തോന്നും. ആർക്ക് മധുരം ഉണ്ടോന്ന്? ശരിയാ. ഞാൻ. അമ്മയ്ക്ക് മധുരം ഉണ്ടോന്ന്? ഉം. ആ കുഞ്ഞിനൊന്നും അറിയില്ല, ഒരു രുചി കുട്ടിക്ക് അറിയില്ല. ഉം. ഈ ഒന്നും അറിയാത്ത കുട്ടനെ അമ്മയുടെ രുചിക്കനുസരിച്ച് കുട്ടനെ വളർത്തുന്നു. ഉം. അവിടെ തുടങ്ങിയ പ്രശ്നം. ഉം. ഇത് വെറുതെ വേവിച്ചതാ, കുവരക്ക് വെറുതെ വേവിച്ചത് കുട്ടി കഴിക്കില്ലേ? കഴിക്കും. ആ. അത് ശരിയാ. കഴിക്കും. കുട്ടിക്ക് അറിയില്ലല്ലോ. ഓ, അതെ. ആ മക്കളെ ചീത്തയാക്കുന്നവര് അമ്മയാണ്. അമ്മ തന്നെയാണ്. ഉം. ശരിയല്ലേ? തീർച്ചയായും. അപ്പൊ അതന്നെ പ്രശ്നം. ഉം. ഇല്ലേ? പിന്നെ നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നു, അമ്മ നോൺ വെജ് കഴിച്ചു, കുട്ടി നോൺ വെജ് പോകും. അപ്പൊ ജമ്മ കുട്ടിക്ക് നോൺ വെജ്, കുട്ടി നോൺ വെജ് അല്ലേ? ആ, അതെ, അതെ. പശു വെജിറ്റേറിയൻ അല്ലേ? വെജിറ്റേറിയൻ പശുക്കൾ നാട്ടിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? പശുവിന്റെ ഭക്ഷണം എന്താണ്? പച്ചപ്പുല്ലും പച്ചവെള്ളവും. ഈ പച്ചപ്പുല്ലും പച്ചവെള്ളം കഴിച്ച് പശുവിന് പാല് കിട്ടില്ല. ആ കുട്ടിക്കുള്ള പാലേ കിട്ടുള്ളൂ. ഭൂമുഖത്ത് മറ്റൊരു അന്യജീവിയുടെ പാല് കുടിക്കുന്ന ജന്തു മനുഷ്യൻ മാത്രമേ ഉള്ളൂ. ഇല്ലേ? അതെ. ആ പശുവിന് കൊടുക്കുന്ന നമ്മൾ കാറ്റിൽ ഫീഡ് കൊടുക്കുന്നു. കാറ്റിൽ ഫീഡ് കണ്ടന്റ് എന്താണ്? മത്തിയുടെ തല, ചെമ്മീന്റെ പൊടി, എല്ലുപൊടി, യൂറിയ, പിണ്ണാക്ക് പൊടി, ഓക്സിജൻ. ഇത് കലക്കി പശുവിന് കൊടുത്ത് പശു വെജിറ്റേറിയൻ ആവുമോ? ഇല്ല. പശു നോൺ വെജ് അല്ലേ? തീർച്ചയായും.
അല്ലേ? അതെ. അപ്പൊ പശുവിന്റെ പാൽ നോൺ വെജ് അല്ലേ? അതെ. അപ്പൊ ഞാനിപ്പോ 97 തുടങ്ങിയാണ് പത്തായം. ഇപ്പൊ നിങ്ങൾ ഇറച്ചി കഴിക്കേണ്ടതോ മീൻ കഴിക്കേണ്ടതോ കള്ള് കുടിക്കേണ്ടതോ എന്നല്ല ഞാൻ പറയുന്നത്. രോഗികൾക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. പക്ഷെ രോഗം വരാതി ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങളെ പിന്നെ ഭർത്താവിന് മറ്റേ നോൺ വെജ് ഇഷ്ടമാണ്, അവർക്ക് ഉണ്ടാക്കി കൊടുത്തോളൂ. നിങ്ങൾ കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ചായ വേണം, നിങ്ങൾ ചായ ഉണ്ടാക്കി നിങ്ങൾ ചായ കുടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ കള്ള് ഷാപ്പിൽ ജോലി ചെയ്യുന്ന അവന്റെ തൊഴിലാണ്, അവന് കള്ള് കുടിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സിസ്റ്റം വെജിറ്റേറിയൻ സിസ്റ്റമാണ്. അത് മനസ്സിലാക്കേണ്ട. ചൂടുകൊണ്ട് വെള്ളം കുടിക്കുന്ന എല്ലാ ജീവികളും വെജിറ്റേറിയനാണ്. നക്കി കുടിക്കാൻ നോൺ വെജിറ്റേറിയൻ. പട്ടി, പൂച്ച, പുലി, സിംഹം, കടുവ ഇതൊക്കെയാണ് വെള്ളം കുടിക്കുക, നക്കി കുടിക്കുക. നമ്മൾ നക്കിയല്ലേ കുടിക്കുന്നത് അല്ലേ? പശു നക്കിയല്ലേ ചുണ്ടുകൊണ്ടല്ലേ കുടിക്കുന്നത്. അപ്പൊ ചുണ്ടുകൊണ്ട് വെള്ളം കുടിക്കുന്ന എല്ലാം വെജിറ്റേറിയൻ ആണ്. അപ്പൊ നമ്മൾ വെജിറ്റേറിയൻ അല്ലേ? ജന്മന വെജ് ആണ്. രണ്ടാമത്തെ കാര്യം, വെജിറ്റേറിയൻസിന് ഭക്ഷണം കഴിക്കുക എങ്ങനെയാ? ചവച്ചരച്ച്. നോൺ വെജിന് ഭക്ഷണം കഴിക്കുക വെട്ടി വിഴുങ്ങുക ചെയ്യുക അല്ലേ? ഈ നഖങ്ങളെല്ലാം ഫിക്സ്ഡ് ആക്കി വെജിറ്റേറിയന്റെ, മറ്റെല്ലാം അള്ളി പിടിക്കുക ചെയ്യുക. പിന്നെ കീഴ്ത്തായിട്ട് ചലനം, ഈ ചലനം വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അടയ്ക്കലും തുറക്കലും മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂട്ടി വായിച്ച് നമ്മൾ ആ വെജിറ്റേറിയൻ സിസ്റ്റാണ്. ഒരു കാറ് വാങ്ങുന്നു, പെട്രോൾ കാർ വാങ്ങുന്നു, അത് എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിൻ ആക്കുന്നു, വണ്ടി ഓടുന്നു, ശരിയായ രീതിയിലല്ല വണ്ടി ഓടുന്നു. അപ്പൊ അതിന് മെയിൻ്റനൻസ് വന്നുകൊണ്ടേയിരിക്കും. എന്ത് കോഴി, എന്ത് മാംസം, അതെങ്ങനെ പാചകം ചെയ്യാം, എന്ത് ചേർത്ത് കഴിക്കാം, അതെങ്കിലും പഠിച്ചുകൂടെ? ഒരു അറബി നോൺ വെജ് കഴിക്കുന്നു, എങ്ങനെ കഴിക്കുക? അത് ധാരാളം ഇലകൾ കൂട്ടി കഴിക്കും. ഒരു ഇംഗ്ലീഷുകാരൻ കഴിക്കും, ധാരാളം വെജിറ്റബിൾസ് കൂട്ടി കഴിക്കും. നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയും ബ്രെഡും കൂട്ടി കഴിക്കും അല്ലേ? നാടൻ കോഴി വാങ്ങിക്കോളൂ. ഒരു കോഴി പിന്നെ വീട്ടിൽ കൊത്തിപ്പറിക്ക് തിന്നാൽ 1 കൊല്ലം വേണം 1 കിലോ കോഴി ഉണ്ടാവാൻ. ആ കോഴിനെ ജനിതകം മാറ്റം പറ്റി 24 ദിവസം കൊണ്ട് 1.25 2 കിലോ കോഴിയായി. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് നാടൻ കോഴിനെ വാങ്ങാം. കുട്ടികൾക്ക് എത്ര വയസ്സിൽ പ്രായപൂർത്തിയാവുന്നത്? 6 വയസ്സിലും 7 വയസ്സിലും 8 വയസ്സിൽ പ്രായപൂർത്തിയാവുന്നത് എന്തുകൊണ്ട്? ബ്രോയിലർ കോഴിയും പാലും. മറ്റേ 24 ദിവസം കൊണ്ട് ആ കോഴി 1.25 2 കിലോ കോഴിയാവുന്നത്. മറ്റു 1 കൊല്ലം വേണം 1 കിലോ കോഴി ഉണ്ടാവാൻ. ആ കോഴിനകത്ത് പോയി എങ്ങനെ ഉണ്ടാവും? ആ മാറ്റം നിങ്ങൾ ശരീരത്തിൽ ഉണ്ടാവില്ലേ? ഒരു പശു പ്രസവിച്ച ആ കുട്ടി എത്ര വയസ്സിൽ പ്രായപൂർത്തിയാവും? 1.5 വയസ്സിൽ ആ പശുക്കുട്ടി ഇണ ചേരാനും ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പക്വതയായി അല്ലേ? ആ പശുക്കുട്ടി തൂക്കം 150 കിലോ ആണ്. അമ്മയുടെ മുലപ്പാൽ കുടിച്ചാലേ കുട്ടി 18 വയസ്സിൽ പ്രായപൂർത്തിയാവുള്ളൂ. അപ്പൊ ആ പാൽ എങ്ങനെ ശരീരത്തിൽ ശരിയാവുക? ആ പെൺകുട്ടികൾക്കെങ്കിലും കൊടുക്കരുത്. പാലും ബ്രോയിലർ കോഴിയും പെൺകുട്ടികൾക്കെങ്കിലും കൊടുക്കരുത്. ഇവിടെ ഹാർട്ട് പോയത് നോക്ക്, കിഡ്നി പോയത് നോക്ക്, കാലങ്ങളായിട്ട് അവർ ചികിത്സിക്കുന്നുണ്ടാവും. സ്ട്രോക്ക് വന്നവർ നോക്ക്, അവർ കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും. ആരോഗ്യ ജീവിതത്തിന് അധികം അനാവശ്യ ഭക്ഷണം കഴിക്കാതിരിക്കുക, എന്ന് വെച്ച് ശീലിച്ച ശീലങ്ങൾ മാറ്റാതിരിക്കുക. അതെങ്ങനെ കഴിക്കണം എന്നെങ്കിലും പഠിക്കുക. നിലവിലെ രോഗങ്ങൾ മാറാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണശീലങ്ങൾ മാറ്റാം? മില്ലറ്റ് കഴിച്ചു നോക്കൂ. ഞാൻ പറയാം, ഏറ്റവും നല്ല ഭക്ഷണത്തിൽ നിങ്ങൾക്ക് 1 നേരത്തെ വേവിച്ച ആഹാരം, 2 നേരം 1 നേരം വെജിറ്റബിൾസ്, 1 നേരം ഫ്രൂട്ട്സ് കഴിക്കുകയും രാത്രി 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുകയും. രാത്രി കണ്ണ് കാണാത്ത ഒരു ജീവി പോലും സൂര്യൻ ആശ്രമിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ 7 മണിക്ക് കിച്ചൺ ക്ലോസ് ചെയ്യുക. എല്ലാ അസുഖങ്ങളും പ്രധാന കാരണം മലബന്ധമാണ്. മലബന്ധത്തിന് കാരണം രാത്രി ഭക്ഷണമാണ്. കാരണം 3-4 രുചിയാണ് ഒരേ സമയത്ത് നമ്മുടെ ബോഡിക്ക് താങ്ങാനാവുള്ളൂ. ഇത് പലതരം അച്ചാറുകൾ, പലതരം കറികൾ, പലതരം പായസങ്ങൾ, ഇതെങ്ങനെ താങ്ങാനാവുക? അതെ, അന്ന് സദ്യക്കുന്നില്ല. സദ്യക്ക് മറ്റേ ആദ്യം എന്താ വിളമ്പിരുന്നു? ഇലയില് ആദ്യം ഉപ്പ വിളമ്പിരുന്നു, പിന്നെ പഴം വിളമ്പിരുന്നു. ഇതെല്ലാം പഴം പുറത്തേക്ക് പോയില്ലേ അല്ലേ? ഭക്ഷണശേഷം ഒരിക്കലും പഴങ്ങൾ കഴിക്കരുത്. ഭക്ഷണത്തിന് മുമ്പ് പഴം കഴിച്ച് വയറ് സൈലന്റ് ആവും, ഭക്ഷണശേഷം പഴം കഴിച്ച് വയറ് വയലന്റ് ആവും. പണ്ട് മസാലകളൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴേ മസാലക്കുട്ടികൾ വന്നത്. ഇല്ല, ചാറും ഒരു ചോറെന്നാ പറഞ്ഞിരുന്ന ആദ്യം, ചാറും ഒരു ചോറും. അപ്പൊ ഇനി അല്ല, ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു മാറേണ്ട കാര്യമില്ല. ഇപ്പൊ എൻ്റെ ഒരു വയനാട്ടിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്ററുടെ ഹസ്ബൻഡ്, അയാള് രാവിലെ പാടത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം അയാളില്ല, ഉച്ച വരത്തിൽ നിർത്താതെ പണിയെടുക്കും. അയാൾ പഴം മാത്രമേ കഴിക്കുന്നത്. അയാളെ കൂടെ പണിയെടുക്കുന്ന ആൾക്ക് പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചു വരുന്നു. ഇയാളുടെ കൂടെ പണിയെടുക്കാൻ ആർക്ക് പറ്റില്ല. നമ്മുടെ മനസ്സാ പ്രശ്നം ഉണ്ടാക്കുന്നത്. എനിക്കിത് മതി എന്ന് വെച്ചാൽ എനിക്കിത് മതി. പൊറോട്ട കഴിക്കാൻ ശരിയാവില്ല, പൊറോട്ട കഴിക്കില്ല. പൊറോട്ട ഇല്ലാതെ പറ്റില്ല. ഒരു നിങ്ങൾ എക്സാമ്പിൾ പറയാം. ഒരാൾ കുറെ പാലം കിടന്ന് ഒരാൾക്കാർ പോകുന്നു, എല്ലാവരും പോകുന്നുണ്ട്.
അത് നമ്മളിരുന്ന് ആലോചിക്കണം, അയ്യോ എനിക്കിത് കിടക്കാൻ പറ്റുമോ, ഈ ജന്മം കിടക്കാൻ പറ്റില്ലേ? കാരണം നമ്മുടെ മനസ്സ് പറയുന്നു അത് കിടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പൊറോട്ട കഴിച്ചാലേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്കിത് മതി എന്ന് പറയുന്നത് ജോലി ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ അവർ എല്ലാം കടന്നു പോകുന്നു, ഞാൻ കടന്നാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച് കടന്നാൽ നമ്മൾ കടന്നു പോകും. മനസ്സാ പ്രശ്നക്കാരൻ. നീ മനസ്സ് വെച്ചാൽ നടക്കും. നിന്റെ മനസ്സിലിപ്പോ ശരിയില്ലെന്ന് പറയില്ലേ? ആ മനസ്സെവിടെയാ? ശരീരത്തിൽ മനസ്സില്ല, ശരിയല്ലേ? അപ്പൊ ആ മനസ്സുണ്ടായ പ്രശ്നം തീർന്നു. അതിനെ യോഗ ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ഒരു അഭ്യാസം പോകാറില്ല, എല്ലാം എനിക്കറിയാം. പക്ഷെ ഞാൻ ഓടാൻ പോകാറില്ല, ചാടാൻ പോകാറില്ല, ജിമ്മിന് പോകാറില്ല, ഒന്നും ചെയ്യാറില്ല. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വയസ്സ് 75 ആയി. ഞാൻ ഒരു വാക്സിനേഷൻ എടുത്തിട്ടില്ല, ഞാൻ ഒരു മാസ്ക് വെക്കാറില്ല. കൊറോണ കാലത്ത് തന്നെ എൻ്റെ അവിടെ 2 മറ്റേ കൊറോണ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ദിവസം പോയി തൊട്ട് നോക്കും, എനിക്ക് കൊറോണ വന്നിട്ടില്ല. അപ്പൊ എന്താ കുഴപ്പം? ഇമ്മ്യൂണിറ്റി വേണം ശരീരത്തിന്. അതാ പ്രധാനമായിട്ട് വേണ്ടത്. ഇമ്മ്യൂണിറ്റി ഉണ്ടായ ഒരാൾ നമ്മുടെ അടുത്ത് എടുക്കില്ല. അത് ഈ കാണാൻ ഒരു സ്റ്റൈൽ ഉണ്ടായിട്ടും കാര്യമില്ല. ബോഡിക്ക് ഇമ്മ്യൂണിറ്റി വേണം. ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം? കുറേ പൊറോട്ടയും ബീഫും മറ്റേ സാമ്പാറും കൂടി ദോശയിൽ കഴിച്ച കാര്യമില്ല, ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഒന്ന് ആലോചിക്കൂ. നിങ്ങൾ ആദ്യം വേണം നിങ്ങൾ വീട്ടിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഏറ്റവും ആദ്യം വേണ്ടതാണ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. നമുക്ക് 7 ദിവസം 7 തരം ഭക്ഷണം കഴിച്ചുകൂടെ? ദിവസം സാമ്പാർ, ദിവസം മീൻകറി, ദിവസം മറ്റേ ഇഡ്ഡലി ദോശ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. 7 ദിവസം 7 തരം ഇഡ്ഡലി ഉണ്ടാക്കിക്കൂടെ? 7 തരം കറികൾ ഉണ്ടാക്കിക്കൂടെ? 7 ദിവസം 7 തരം ചോറ് വെച്ചുകൂടെ? ഇതെല്ലാം മില്ലറ്റിന്റെ എല്ലാ തരം മില്ലറ്റ്, ചാമ കിട്ടും, തീന കിട്ടും, കുതിരവാരി കിട്ടും, ബ്രൗൺ ടോപ്പ് കിട്ടും, വര കിട്ടും. ഇതെല്ലാം ചോറല്ലേ? പച്ചരി ചോറ്, കുത്തരി ചോറ് എല്ലാം വെച്ചൂടെ? എന്തിനാ ഒരു ദിവസം എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നത്? അപ്പൊ എല്ലാം നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കത്. ഇത് മാറ്റി ഇത് ഒരു ടൈം ടേബിൾ വീട്ടിലുണ്ടാക്കിയാൽ മതി. അപ്പൊ സമ്പൂർണ്ണ ആഹാരമായി. നിങ്ങൾ ഇറച്ചി ഒഴിവാക്കണ്ട, മീൻ ഒഴിവാക്കണ്ട, മറ്റേ മുട്ട ഒഴിവാക്കണ്ട, ഒന്നും ഒഴിവാക്കണ്ട. വീക്കിലി വൺസ് മതി. ഇപ്പൊ 40-50 വയസ്സിന് ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞാൽ രോഗികളായി, 20 വയസ്സ് കഴിഞ്ഞാൽ രോഗികളായി അല്ലേ? അപ്പൊ രോഗാവസ്ഥ നമുക്ക് കഴിക്കുന്ന ആഹാരങ്ങൾ വേറെ. സാധാരണ ചില അസുഖത്തിൽ നമ്മൾ ഒരു നേരം മാത്രം വേവിച്ച ആഹാരം മതി. ഈ ചോറും കറികളും എന്നുള്ളത് മനസ്സിന് ഒഴിവാക്കിയിട്ട് കറികൾ കഴിക്കാൻ വേണ്ടി വേണമെങ്കിൽ ചോറ് തിന്നാം. അത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഭക്ഷണം അവിയലാണ്. ചോറിന്റെ സ്ഥാനത്ത് എപ്പോഴും അവിയൽ വയ്ക്കുക. ഇപ്പൊ നിങ്ങൾ മീൻ പൊരിച്ച് കഴിച്ചോളൂ. ചിക്കൻ ആയിക്കോട്ടെ, മസാല ഒന്നും ഉപയോഗിക്കാണ്ട് പച്ചമുളക്, മിഞ്ചിയും, കറിവേപ്പില, ഉള്ളി എന്താ കളി ചേർത്ത് ചിക്കൻ ഉണ്ടാക്ക്, അല്ലെ മീൻ കറി ഉണ്ടാക്ക്, ചേർത്ത് കഴിച്ചോളൂ. ഒരു ചമ്മന്തി ഉണ്ടാക്കുക, മല്ലിയിലയും പുതിനയും കറിവേപ്പിലയും പച്ചമുളകും നാളികേരൊക്കെ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കുക. ധാരാളം മതി. ഇന്ന് ഇത്രയധികം വിഭവങ്ങൾ എന്തിനാണ്? രാവിലെ കുറച്ച് പയർ മുളപ്പിച്ച് കഴിക്കാം, എത്ര ഈസിയാ. കുറച്ച് 3 സ്പൂൺ പയർ മുളപ്പിച്ച് കഴിച്ചാൽ 5 ഇഡ്ഡലി കഴിച്ചാൽ കിട്ടുന്ന പ്രോട്ടീൻ കിട്ടും. അതിന് കുറച്ച് ക്യാരറ്റോ കാബേജോ തക്കാളിയോ വെണ്ടയ്ക്കോ കോവയ്ക്കെല്ലാം കൂട്ടി ചേർത്ത് തേങ്ങ ചേർത്ത് അത് കഴിച്ചോളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? ഉച്ചയ്ക്ക് അവിയലും ഇതൊക്കെ ആയില്ലേ? മീനോ ഇറച്ചിയോ കഴിച്ചോളൂ. രാത്രി എന്തെങ്കിലും പഴങ്ങൾ കഴിക്കി. ഓരോ ഭക്ഷണം ആയില്ലേ? ഭക്ഷണം മാറണം. ഭക്ഷണം എന്താണെന്ന് പഠിക്കണം. രോഗമില്ലാതെ ജീവിക്കാൻ പഠിക്കണം. വരും തലമുറയ്ക്കും കേടാവാതിരിക്കട്ടെ. ഇപ്പൊ എല്ലാം ധിക്കാരികളാണ്, കുട്ടികളെല്ലാം ധിക്കാരികളാണ്. കാര്യം അവർ നമ്മളെങ്ങനെ പഠിപ്പിച്ചത്? നമ്മൾ തന്നെ അവരെ കുറ്റം പറയുന്ന. നിങ്ങൾ മറ്റേ ഇവിടെ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടില്ല. നിങ്ങൾ അവർക്ക് അത് ഇഷ്ടാവില്ല പറഞ്ഞാൽ അവർ മറ്റേ നല്ല അതാണ് നമ്മുടെ കുഴപ്പം. അവർ വാങ്ങിക്കും. എത്രയോ ഫാമിലി ഇവിടെ കുട്ടികളെ കുട്ടി വരുന്നു, പിന്നെ വീണ്ടും വീണ്ടും വരുന്നവർ കുട്ടികൾക്ക് ഇഷ്ടമായി അത്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാൾ സംസാരിക്കും, ഒരു വെജിറ്റേറിയൻ സംസാരിക്കും, വ്യത്യാസം മനസ്സിലാവും. നിങ്ങളുടെ ജയിലിൽ പോയി നോക്ക് അല്ലേ? 90% ക്രിമിനൽസ് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നിട്ടും അവർക്ക് ഇതിൽ എന്താ ഭക്ഷണം കൊടുക്കുന്നത്? ഒരു ശിക്ഷ എന്നിട്ട് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്താൽ പോലെ അവർക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവർ തന്നെ എത്ര ക്രിമിനൽസ് ഉണ്ട്, എത്ര ക്രൂര തിങ്കിയ ആൾക്കാരുണ്ട്. എന്തിനാ അവർക്ക് ഒരു നേരത്തെ ആഹാരം അല്ലെ വെജിറ്റേറിയൻ കൊടുത്താൽ പോരെ? എല്ലാവർക്കും ജനറലായിട്ട് കാര്യമില്ല പറഞ്ഞു. ഞാൻ അങ്ങനെ ശിക്ഷ കൊടുക്കേണ്ട ആൾക്കാർക്ക് അവർക്ക് ഫുഡ് മാറ്റിക്കൂടെ? ഒരു 6 മാസം അവനെ ഈ വെജിറ്റേറിയൻ ഫുഡ് കൊടുത്താൽ അവന്റെ ക്രിമിനൽ മൈൻഡേ മാറും. അല്ലെങ്കിൽ നമ്മൾ മാറ്റി ചിന്തിക്കുന്ന സമയമായി. ഞാൻ ഈ രീതിയിലുള്ള ഭക്ഷണശാല മെഡിക്കൽ കോളേജിലാണ്, ഈ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഈ രീതി ഭക്ഷണമാക്കണം. റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇതിന്റെ മില്ലറ്റ് ഭക്ഷണശാലകളാക്കാം. വന്ദേ ഭാരത് ട്രെയിനിൽ മില്ലറ്റ് ഭക്ഷണം കൊടുക്കാം. മില്ലറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, അല്ല അതേ പറഞ്ഞേ. ഇനി വേണ്ടത് ഈ രീതിയിലുള്ള ഭക്ഷണശാലകൾ തുടങ്ങണം നമ്മുടെ നാട്ടിൽ. ഈ പ്രകൃതി കൃഷിക്കാർ, ജൈവ കൃഷിക്കാർ ഈ രീതിയിലുള്ള ഭക്ഷണശാലകൾ തുടങ്ങണം. അപ്പൊ നല്ല പച്ചക്കറി ഉണ്ടായിട്ട് എന്ത് കാര്യം? ഉണ്ടാക്കി തിന്നാൻ പഠിക്കണ്ടേ? വീട്ടന്മാരെ പാചകം, ഇപ്പൊ ഈ കുടുംബശ്രീ ആൾക്കാർ പാചകം പഠിച്ച് ഇത് ഭക്ഷണശാല എല്ലാ ഭാഗത്തും തുടങ്ങട്ടെ. ആസ്പത്രികളുടെ എണ്ണം കുറയും, രോഗങ്ങളുടെ എണ്ണം കുറയും.
രോഗിയുടെ കുറയും. ഉം. അപ്പൊ നമ്മൾ മാത്രമേ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത് ജനങ്ങളിലേക്ക് ഈ സംഭവം എത്തുകയും ഈ ഈ രീതിയിലുള്ള ഡിസ്കഷൻ വരികയും ചാനൽ ചർച്ചകൾ വരികയും അല്ലേ, ഈ കുടുംബ സദസ്സുകളിൽ ചർച്ച ചെയ്യുകയും റെസിഡൻസ് അസോസിയേഷൻ ഈ രീതിയിൽ ഭക്ഷണത്തെ പറ്റി ചർച്ച ചെയ്യുകയും ഈ രീതിയിലുള്ള ഭക്ഷണം പ്രൊമോട്ട് ചെയ്യുകയും അല്ലേ, ഈ രീതിയിലുള്ള ഹോട്ടലുകൾ വരാൻ പ്രോത്സാഹിപ്പിക്കുകയും ഈ കോളേജിൽ മറ്റേ ഈ ആസ്പത്രി ക്യാൻറ്റീൻ ഈ രീതിയിലുള്ള ക്യാൻറ്റീൻ ആക്കി മാറ്റുകയും ചെയ്തതിൻ്റെ ഒരു പരിധി പറ്റും. വെള്ളയമ്പലത്തിന് ആൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വരില്ല, ഈസ്റ്റ് പോയിട്ട് നിന്ന് വരില്ല. പക്ഷെ അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് ആൾക്കാർ കഴിക്കും. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഈ രീതിയിലുള്ള ഹോട്ടലുകൾ വരണം. നഷ്ടപരിഹാരം നടത്തില്ലല്ലോ. അപ്പൊ ഈ നടത്തിക്കൊണ്ട് എനിക്ക് സമ്പാദിക്കാൻ പറ്റില്ല. എന്തിനാ സമ്പാദിക്കുന്നത്? ഇതല്ല സമ്പാദ്യം. നല്ല ആരോഗ്യം, പിന്നെ നല്ല ജീവിതം. ഞാൻ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകേണ്ടി വരില്ലേ? അതെ. അപ്പൊ എനിക്ക് പൈസ എനിക്ക് പൈസ ചെയ്യാൻ ആവശ്യമില്ല. ബുദ്ധിമുട്ടില്ല. നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നം വേണ്ടേ? മറ്റു നിങ്ങൾ ഒരു മെഡിക്കൽ ബില്ല് മന്ത്ലി എക്സ്പെൻസിൽ നല്ല പൈസ മാറ്റി വയ്ക്കുന്നവരുണ്ട്. നമ്മളെ സംബന്ധിച്ചില്ല. ആ ബില്ലില്ല. നമ്മൾ മാറുകയും നമ്മൾ മറ്റുള്ളവർ മാറ്റാൻ ശ്രമിക്കുകയും വരും തലമുറയെ കേടാക്കായിരിക്കും ശ്രമിക്കുക. അപ്പൊ താങ്കളുടെ എല്ലാവർക്കും വളരെ താങ്ക്സ്.